Hi everyone. Once again welcome back to Educator Learning. നിങ്ങളുടെ സ്വന്തം RRP ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നീറ്റിന്റെ ഈ ലാസ്റ്റ് ടൈമിൽ എങ്ങനെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിന് പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് തന്നു. അപ്പൊ ഞങ്ങൾ അതിൽ നിങ്ങൾക്കൊരു പ്രോമിസ് തന്നിരുന്നു. PYQ ഡിസ്കഷനും അതുപോലെ തന്നെ ഫൈനലി ഒരു മോക്ക് സീരീസിനും നിങ്ങളെ എഡ്യൂക്കേറ്റർ ലേണിംഗ് എന്ന് പറഞ്ഞ സ്ഥാപനം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നിങ്ങളെ ഞാൻ 2024 അതായത് കഴിഞ്ഞ വർഷം നടന്ന നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനിലേക്കാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. മക്കളെ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഒരു കാര്യം കൂടി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിയുമ്പോൾ അതിലെ ഫിസിക്സ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 50 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 50 ക്വസ്റ്റ്യൻ ഞാൻ ഒരൊറ്റ സ്ട്രെച്ചിൽ റെക്കോർഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മിക്കവരും അത് കാണാതെ ഇരിക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളൊരു 2 മണിക്കൂറിന് മുകളിലോട്ടൊക്കെ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അല്ലെ ഒരു 1 അവറിന് മുകളിലോട്ട് വീഡിയോ ഇടുമ്പോഴത്തേക്ക് അത് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് എല്ലാവരും കാണിക്കുന്നില്ല. അത് മാത്രമല്ല, അതിനേക്കാൾ ഉപരി റൈറ്റ് നൗ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 2024 നിങ്ങളുടെ +1 വോളിയം 1 നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ +2 പാർട്ട് 1 വരും. അതിന് തൊട്ടടുത്ത വീഡിയോയിൽ +1 +2 പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തിനാണ് ഇങ്ങനെ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ, നമ്മൾക്കറിയാം എൻട്രൻസിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന 2 ടെക്സ്റ്റ് +1 പാർട്ട് 1 അതേപോലെ തന്നെ +2 പാർട്ട് 1 ടെക്സ്റ്റും ആണ്. അപ്പൊ നമുക്ക് കൂടുതൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനൂടെ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനും പറ്റും ഓരോ ചാപ്റ്ററിൽ നിന്നും ഏത് ഏരിയയിൽ നിന്നാണ് ചോദിച്ചത്, ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. ആ കാരണത്താലാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാം, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്താണ്? The quantity which have same dimension as those solid angle. സോളിഡ് ആംഗിളുമായിട്ടുള്ള സെയിം ഡയമെൻഷൻ ഇതിൽ ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, സോളിഡ് ആംഗിൾ നമുക്കറിയാം. സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ് അല്ലെ? അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. സോളിഡ് ആംഗിൾ, യെസ്, സോളിഡ് ആംഗിൾ. എന്താ സോളിഡ് ആംഗിളിന്റെ ഇക്വേഷൻ? ഏരിയ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഏരിയ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ സോളിഡ് ആംഗിളിന്റെ ഇക്വേഷൻ അതാണ്. അപ്പൊ ഇതും ഒരു 2 ഡയമെൻഷൻ ആണ്, ഇതും ഒരു 2 ഡയമെൻഷൻ തന്നെയാണ്. സോ ഒബ്വിയസ്ലി അതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അപ്പൊ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള മറ്റു ആൾക്കാർ ഇതിൽ ആരൊക്കെയാണ് നിങ്ങൾക്കറിയാവുന്നത്? ആരൊക്കെയാണ്? സ്ട്രെയിൻ. സ്ട്രെയിൻ നമുക്കറിയാം. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് പഠിച്ചിട്ടുണ്ട്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം യൂണിറ്റുകളാണ് വരുന്നത്. സോ ഒബ്വിയസ്ലി ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. അതുപോലെ ആംഗിൾ എന്ന് പറയുന്നതും ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ വളരെ ഈസി ആയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ചോദിച്ചിരിക്കുന്നത്? എ ഫോഴ്സ് ഡിഫൈൻഡ് ബൈ F is equal to alpha t square plus beta t act on a particle at a given time t. The factor which is dimensionless if alpha and beta are constant എന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൽഫ ബീറ്റ എന്ന് പറയുന്ന 2 വാല്യൂസ് ഒക്കെ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇതിൽ ഏത് ഫാക്ടർ ആണ് ഡയമെൻഷൻലെസ് എന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് 2 മെത്തേഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നിരിക്കുന്ന ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? F is equal to alpha t square plus ബീറ്റ ടി എന്നാ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് കോമൺ ആയിട്ട് ഒരു ടി പുറത്തേക്ക് എടുക്കാം. ടി പുറത്തേക്ക് എടുത്താൽ ഇക്വേഷൻ എന്നാ വരും? ആൽഫ ടി പ്ലസ് ബീറ്റ എന്ന് വരും. ആൽഫ ടി പ്ലസ് ബീറ്റ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് F. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം ഒരു ഇക്വേഷനെ മറ്റ് 2 ഇക്വേഷനുകളുടെ അല്ലെങ്കിൽ നമ്മൾ സമ്മേഷൻ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി ഇവരുടെ എല്ലാം യൂണിറ്റുകൾ സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡയമെൻഷണൽ ഫോമുല സെയിം ആയിരിക്കും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അങ്ങനെ തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പം എഫിന്റെ ഡയമെൻഷണൽ ഫോമുല ആയിരിക്കണം ആൽഫ ടിക്കും ബീറ്റയ്ക്കും അല്ലേ? ഇവന്റെ ഡയമെൻഷണൽ ഫോമുലയും ഇവന്റെ ഡയമെൻഷണൽ ഫോമുലയും സെയിം ആയിരിക്കും. സോ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ആൽഫ ടി പ്ലസ് ബീറ്റേനെയാണ് നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നത് അല്ലെ? ഇവനെയും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയല്ലേ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയിൽ പഠിക്കുന്നത്. അപ്പൊ ഇവൻ പ്ലസ് ഇവൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇവരുടെ ഡയമെൻഷണൽ ഫോമുല സെയിം ആയിരിക്കും.
ഇവന്റെ ഡയമെൻഷണൽ ഫോമുലയും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞുകൂടെ ആൽഫ ടി ഡിവൈഡഡ് ബൈ ബീറ്റ എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻലെസ് ആണ്, ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് പറഞ്ഞുകൂടെ മക്കളെ? ഈസി ആയിട്ട് പറയാമല്ലോ. കാര്യം ഇവന്റെ ഡയമെൻഷണൽ ഫോമുല സെയിം ആയതുകൊണ്ടാണ് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അവരുടെ റേഷ്യോ എടുത്താൽ ഒബ്വിയസ്ലി അവർക്ക് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആയിരിക്കും. സോ ആൻസർ ഈസ് ആൽഫ ടി പ്ലസ് ബീറ്റ. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിന് ആൻസർ പിക്ക് ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഇനി ഇത് വേറെ രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതുകൂടെ ഒന്ന് പറഞ്ഞുവിടാം, പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്താ? എഫ് ഇസ് ഈക്വൽ ടു തന്നിരിക്കുന്ന ഇക്വേഷൻ ആൽഫ ടി സ്ക്വയർ പ്ലസ് ബീറ്റ ടി എന്നല്ലേ തന്നത്. ഇനി ഇങ്ങനെ ചിന്തിക്കാത്തവർക്ക് വേണ്ടി പറയുവാണ്, നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ആൽഫ ടി സ്ക്വയർ പ്ലസ് ബീറ്റ ടി തന്നിട്ടുണ്ട്. ഇങ്ങനെ ചിന്തിക്കാതെ വേറെ ഏത് രീതിയിൽ ചെയ്യാം എന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എഫിന്റെ ഡയമെൻഷണൽ ഫോമുല എന്താ, ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോമുല എന്താ? ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോമുല ഫോഴ്സ് എഫ് ഇസ് ഇക്വൽ ടു എം എ മാസ് ഇൻടു ആക്സിലറേഷൻ എം എൽ ടി റൈസ് ടു -2 എന്നാണ്. അപ്പൊ ഒബ്വിയസ്ലി ആൽഫ ടി സ്ക്വയറിന്റെ ഡയമെൻഷണൽ ഫോമുല എന്തായിരിക്കണം? എം എൽ ടി റൈസ് ടു -2 ആയിരിക്കണം. എം എൽ ടി റൈസ് ടു -2 ആയിരിക്കണം. കാര്യം ഇവരുടെ സമ്മേഷൻ ആണല്ലോ ഇവൻ. അപ്പൊ ഒബ്വിയസ്ലി അങ്ങനെ ഇക്വേഷൻ എഴുതുമ്പോൾ ഇവരുടെ ഡയമെൻഷണൽ ഫോമുല ഇവനോട് ഇക്വലന്റ് ആയിരിക്കണം. അപ്പം ആൽഫ ടി സ്ക്വയർ എം എൽ ടി റൈസ് ടു -2 ആണെങ്കിൽ ഇവിടുന്ന് ആൽഫ എനിക്ക് കണ്ടുപിടിച്ചുകൂടെ? ആൽഫ എന്ന് പറയുന്നത് എം എൽ ടി റൈസ് ടു -4 എന്ന് എനിക്ക് എഴുതാം, ആൽഫ എഴുതാം. സിമിലർലി ബീറ്റയുടെ ഡയമെൻഷണൽ ഫോമുല എന്ന് പറഞ്ഞു ബീറ്റ ടി സ്ക്വയർ ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോമുലക്ക് ഇക്വലന്റ് ആണ് എം എൽ ടി റൈസ് ടു -2. സോറി, ബീറ്റ ടി സ്ക്വയർ അല്ല, ബീറ്റ ടി അല്ലേ? ബീറ്റ ടി എന്ന് പറയുന്നത് എം എൽ ടി റൈസ് ടു -2 ആണ്. അപ്പൊ ഒബ്വിയസ്ലി ഇവിടുന്ന് ബീറ്റ എന്ത് എഴുതാം? ബീറ്റ എന്ന് പറയുന്നത് എം എൽ ടി റൈസ് ടു -3 എന്ന് എഴുതാൻ പറ്റും ഡയമെൻഷണൽ ഫോമുല. ഓക്കെ ആണോ? നമ്മളിപ്പോ എടുത്ത ഓപ്ഷൻ എന്തായിരുന്നു? ആൻസർ ആൽഫ ടി ഡിവൈഡഡ് ബൈ ബീറ്റ ആണ് ആൻസർ എന്നല്ലേ എടുത്തത്? ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ആൽഫയുടെ വാല്യൂ എം എൽ ടി റൈസ് ടു -4 ആണ്. അതിനെ ഒരു ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് അഗൈൻ എം എൽ ടി റൈസ് ടു -3 ആയിട്ട് മാറും. ആണോ? അപ്പൊ ഇതിനെ ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എം എൽ ടി റൈസ് ടു -3 ആയിട്ട് മാറും. ബീറ്റയുടേത് ഓൾറെഡി എം എൽ ടി റൈസ് ടു -3 ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ സെയിം ഡയമെൻഷൻ ആയി കട്ട് ചെയ്ത് പോയിക്കോളും. ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആൽഫ ടി പ്ലസ് ബീറ്റ ആണെന്ന് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയും ചെയ്യാം, അതിന്റെ ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ എൻട്രൻസ് എഴുതുമ്പോൾ പെട്ടെന്നുള്ള സ്റ്റെപ്പ് വഴി എഴുതാൻ പറ്റിയാൽ നല്ല കാര്യം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കണം. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? A vernier caliper n+1 division of a vernier scale coincide with the nth division of a main scale. നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, കാരണം ഇത് പലർക്കും കൺഫ്യൂഷൻ ആവുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ എഴുതാൻ പറ്റും. മക്കളെ, ഇവിടെ ലീസ്റ്റ് കൗണ്ട് എത്രയാ? 0.1 മില്ലിമീറ്റർ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? 0.1 മില്ലിമീറ്റർ ആണ്. ലീസ്റ്റ് കൗണ്ടിന്റെ ജനറൽ ഇക്വേഷൻ എന്താ? ലീസ്റ്റ് കൗണ്ടിന്റെ ജനറൽ ഇക്വേഷൻ നിങ്ങൾ എന്താ പഠിച്ചിരിക്കുന്നത്? 1 MSD മൈനസ് 1 VSD അല്ലേ? ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ 1 MSD റെപ്രസെന്റ് 0.1 mm ദ വെർനിയർ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ വെർനിയർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 1 MSD മൈനസ് 1 VSD എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വെർനിയർ കോൺസ്റ്റന്റ് നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ്. ഡയറക്റ്റ് നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ്. 1 MSD മൈനസ് 1 VSD എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ക്വസ്റ്റ്യനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? n+1 ഡിവിഷൻ ഓഫ് വെർനിയർ സ്കെയിൽ കോയിൻസൈഡ് വിത്ത് nth ഡിവിഷൻ എന്ന് പറയുന്നുണ്ട്. nth ഡിവിഷൻ ഓഫ് മെയിൻ സ്കെയിൽ. അപ്പൊ n+1 ഡിവിഷൻ ഓഫ് വെർനിയർ സ്കെയിൽ വിച്ച് ഈസ് ഈക്വൽ ടു nth ഡിവിഷൻ ഓഫ് മെയിൻ സ്കെയിൽ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് വെർനിയർ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ വെർനിയർ കോൺസ്റ്റന്റ് എന്നും പറഞ്ഞ് നമ്മളിപ്പോ എഴുതി വെച്ചത് 1 MSD മൈനസ് 1 MSD മൈനസ് 1 VSD എന്നാണ്. അപ്പൊ 1 VSD നെ ഞാൻ MSDയിലോട്ട് കൺവേർട്ട് ചെയ്യും. 1 VSD എന്നാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, n+1 VSD എന്ന് പറഞ്ഞാൽ n MSD ആണ്. n+1 VSD എന്ന് പറഞ്ഞാൽ n MSD ആണ്. അപ്പൊ വാട്ട് ഈസ് 1 VSD? ഇവിടെ 1 VSD ആക്കണമെങ്കിൽ നിങ്ങൾ ഡിനോമിനേറ്ററിൽ n+1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾ n+1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെ n+1 കട്ടായി. ഇപ്പോൾ അവിടെ 1 VSD എന്ന് കിട്ടും. സോ ഒബ്വിയസ്ലി ഇതിന്റെ ഡിനോമിനേറ്ററിൽ n+1 എന്ന് വരും.
അപ്പൊ 1 VSD എന്ന് പറഞ്ഞാൽ n ഡിവൈഡഡ് ബൈ n പ്ലസ് 1 MSD എന്ന് എഴുതാം. ഓ എവിടെ ശ്രദ്ധിച്ചോ, n ഡിവൈഡഡ് ബൈ n പ്ലസ് 1 MSD എന്ന് നമുക്ക് എഴുതാം. n പ്ലസ് 1 MSD എന്ന് നമുക്ക് എഴുതാം. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. സോ n MSD, ഇവിടെ ഒരു മൈനസ് n MSD കട്ടായി പോകും. പിന്നെ ഉള്ളത് 1 MSD ആണ്. അപ്പൊ ന്യൂമറേറ്ററിൽ നമുക്ക് MSD എന്ന് കിട്ടും. MSD ഡിവൈഡഡ് ബൈ n പ്ലസ് 1, MSD ഡിവൈഡഡ് ബൈ n പ്ലസ് 1. ക്ലിയർ? ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്വസ്റ്റ്യനിനകത്ത് ഈ 1 MSD റെപ്രസെന്റ് 0.1 mm എന്ന് തന്നിട്ടുണ്ട്. 0.1 mm. അപ്പൊ ഇവിടെ 1 MSDക്ക് വരെ എന്ത് കൊടുക്കാം? 0.1 mm എന്ന് കൊടുക്കാം. ആണോ? സോ 1 MSDക്ക് വരെ 0.1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 mm എന്ന് കൊടുക്കാം. 0.1 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/10 ആണ്. അപ്പൊ 1/10 ഇൻറ്റു n പ്ലസ് 1 mm എന്ന് എഴുതാം. ക്ലിയർ? സെറ്റ്. പക്ഷെ നമുക്ക് ഓപ്ഷൻ എന്തിലാണ് ചോദിച്ചേക്കുന്നത്? ഇൻ സെന്റിമീറ്ററിലാണ്. ഇൻ സെന്റിമീറ്ററിലാണ്. സോ ഇത് എത്ര എന്ന് വരും? 1 ഡിവൈഡഡ് ബൈ 100 n പ്ലസ് 1 എന്ന് വരും. 1 ഡിവൈഡഡ് ബൈ 100 n പ്ലസ് 1 എന്ന് വരും. ഓപ്ഷൻ ഏതെടുക്കാം? ഓപ്ഷൻ നമുക്ക് ഓപ്ഷൻ 2 എടുക്കാം. 1 ഡിവൈഡഡ് ബൈ 100 n പ്ലസ് 1 എന്ന് വരും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കണം. എന്താ ചോദിച്ചിരിക്കുന്നത്? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. നിങ്ങൾ നോക്കിക്കേ, തൊട്ട് മുമ്പ് പഠിച്ച യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടം കൊണ്ട് ഉറപ്പിക്കേണ്ട കാര്യം, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഡയമെൻഷൻ വെച്ചിട്ടുള്ള, ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു വാല്യൂന്റെ ഒരു ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് 2025 എക്സ്പെക്ട് ചെയ്യാം. ഏകദേശം നമുക്ക് അത് ഉറപ്പിക്കാം. അതേപോലെ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണ് സ്ക്രൂ ഗേജ്, വെർനിയർ സ്കെയിൽ പോലത്തെ ഇൻസ്ട്രുമെന്റ്സിന്റെ കോൺസെപ്റ്റ്. അടിപൊളി ടോപ്പിക്കാണ്. പ്രോപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാം ഹാളിൽ ചെല്ലാവുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് വലിയ ഡിഫിക്കൽട്ട് ഏരിയ ഒന്നും നമ്മളോട് ചോദിച്ചില്ല. എ പാർട്ടിക്കിൾ മൂവ് വിത്ത് യൂണിഫോം സ്പീഡ് ഇൻ എ സർക്കുലർ പാത്ത്. ആക്ച്വലി ഇത് സർക്കുലർ മോഷനിലേക്ക് പോയി. നമുക്കിത് മോഷൻ ഇൻ 1 ഡയമെൻഷൻ, പിന്നെ യൂണിഫോം എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് മോഷൻ ഇൻ 1 ഡയമെൻഷനിൽ എന്ന് പറയുന്നത്. 2 ഡയമെൻഷന്റെ കോൺസെപ്റ്റോട് അറിയാതെ നമുക്ക് ഇതിൽ പല കാര്യങ്ങളും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ക്വസ്റ്റ്യനകത്ത് അവർ പറയുന്നുണ്ട്, എന്താ പറഞ്ഞിരിക്കുന്നത്? യൂണിഫോം മോഷനിലാണെന്ന് പറഞ്ഞു. യെസ്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും. സോറി, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, പാർട്ടിക്കിൾ മൂവ് വിത്ത് യൂണിഫോം സ്പീഡ് ഇൻ എ സർക്കുലർ പാത്ത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നു, അതേപോലെ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുവാണ്. 2 ഡിഫറെന്റ് പോയിന്റ്സ് കൺസിഡർ ചെയ്തു. ഒബ്വിയസ്ലി ഇവിടെ വെച്ച് അവന്റെ വെലോസിറ്റി ടാൻജൻഷ്യൽ ഈ ഡയറക്ഷനിലായിരിക്കും. ഒബ്വിയസ്ലി ഇവിടെ വെച്ച് വെലോസിറ്റി ടാൻജൻഷ്യൽ ഈ ഡയറക്ഷനിലായിരിക്കും. ആണോ? വെലോസിറ്റിയുടെ ഡിറക്ഷൻ എന്തായാലും മാറും. അപ്പൊ ഇവിടെ വെച്ച് വെലോസിറ്റിയുടെ ഡിറക്ഷൻ ഇങ്ങോട്ടാണ് V1 എന്ന് വിളിച്ചു, ഇവിടെ വെച്ച് വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടാണ് V2 എന്ന് വിളിച്ചു. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, എ പാർട്ടിക്കിൾ മൂവ് വിത്ത് യൂണിഫോം സ്പീഡ് യൂണിഫോം ആണ്, ഒരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി സെയിം ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ്. പക്ഷെ ഡയറക്ഷൻ മാറുന്നതുകൊണ്ട് വെലോസിറ്റി എന്തായാലും മാറുന്നുണ്ട്. ഡയറക്ഷൻ മാറുന്നതുകൊണ്ട് വെലോസിറ്റി എന്തായാലും മാറും. അത് ഉറപ്പായിട്ടും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ വെലോസിറ്റി വേരിയബിൾ ആണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ടാൻജൻഷ്യലി ആണ് വെലോസിറ്റി. ക്ലിയർ? 2, സർക്കുലർ മോഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം വിത്തൗട്ട് എനി ഡൗട്ടിൽ പറയാൻ പറ്റും, ആക്സിലറേഷൻ എപ്പോഴും ടുവേർഡ് സെന്റർ ആണ്. ആണോ? അതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. കാരണം ടാൻജൻഷ്യൽ ആക്സിലറേഷൻ 0 ആണ്. വൈ? മൂവിങ് വിത്ത് യൂണിഫോം സ്പീഡ്. യൂണിഫോം സ്പീഡിലാണ്. അപ്പൊ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഇല്ല. പക്ഷെ ആരുണ്ട്? സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ഉണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ഓൾവേസ് ടുവേർഡ്സ് എ സെന്റർ. ഇവിടെ നിൽക്കുമ്പോൾ ടുവേർഡ്സ് സെന്റർ ഇങ്ങോട്ടാണ്, പക്ഷെ ഇവിടെ വരുമ്പോൾ ടുവേർഡ്സ് സെന്റർ ഇങ്ങോട്ടായി. പൊസിഷൻ മാറുമ്പോൾ ആക്സിലറേഷന്റെ ഡയറക്ഷനും മാറുന്നുണ്ട്. ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ആര് മാറുന്നുണ്ട്? ഡിറക്ഷൻ മാറുന്നുണ്ട്. അതുകൊണ്ട് ആക്സിലറേഷനും വേരിയിങ് ആണ്. സോ നമുക്ക് ഇവിടെ 2 കാര്യങ്ങൾ പറയാം. എന്താ? സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ അതിന്റെ ഡയറക്ഷൻ മാറുന്നതുകൊണ്ട് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ആക്സിലറേഷനും ചേഞ്ച് ഉണ്ട്. സോ ആൻസർ ഏതെടുക്കാം? കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ല, കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ല, വേരിയിങ് വെലോസിറ്റി ആൻഡ് വേരിയിങ് ആക്സിലറേഷൻ. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് 4th ഓപ്ഷൻ എടുക്കാൻ പറ്റും. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? യെസ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 ഡയമെൻഷനിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്, അത്യാവശ്യം നല്ല വെയിറ്റേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഗ്രാഫ്. സ്റ്റഡി ഓഫ് ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ദ വെലോസിറ്റി ടൈം പ്ലോട്ട് ഓഫ് എ മോഷൻ ഓഫ് എ ബോഡി ഷോൺ ഇൻ ദ ഫിഗർ. നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് ആരിലേക്കാണ് എത്തേണ്ടത്? ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. അപ്പൊ നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. അതായത് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് നിങ്ങൾ മെഷർ ചെയ്യുന്നതെങ്കിൽ, അല്ലെ, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് നിങ്ങൾ മെഷർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ആക്സിലറേഷൻ കിട്ടും. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ഞാൻ മെഷർ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് എക്സ് ആക്സോട്ട് അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എടുത്താൽ മതി. അപ്പൊ ഇവിടെ ഞാൻ സ്ലോപ്പ് എടുത്താൽ ഇതാണ് തീറ്റ, ഇവിടെ ഞാൻ സ്ലോപ്പ് എടുത്താലും അത് തന്നെ തീറ്റ, സെയിം ആംഗിൾ ആണ്. അപ്പൊ എനിക്ക് ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ ആക്സിലറേഷൻ കിട്ടുമെന്ന് മനസ്സിലായി. ഇവിടുത്തെ ആംഗിൾ സെയിം ആയതുകൊണ്ട് സ്ലോപ്പ് സെയിം ആണെങ്കിൽ ആക്സിലറേഷൻ സെയിം ആണ്, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ. അപ്പൊ എനിക്കൊരു കാര്യം പറയാൻ പറ്റും, എന്താ? അറ്റ് എനി പോയിന്റ് θ1, നിങ്ങൾ θ1 തീറ്റ ആംഗിൾ സെയിം ആണ്. സോ ടാൻ തീറ്റ എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് ആക്സിലറേഷൻ ആണ്. ഈ ആക്സിലറേഷൻ എന്താണെന്ന് പറയാം? ത്രൂ ഔട്ട് ദ ജേർണി ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് എനിക്ക് പറയാം. അപ്പൊ ഇനിഷ്യലി ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ഇവിടുത്തെ ആംഗിൾ അക്യൂട്ട് ആംഗിൾ ആയതുകൊണ്ട് തന്നെ ഈ ആക്സിലറേഷൻ എനിക്ക് എന്താണെന്നും പറയാം? പോസിറ്റീവ് ആണെന്നും പറയാം. അപ്പൊ ആക്സിലറേഷൻ പോസിറ്റീവ് ആയിട്ടുള്ള, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ഉള്ള ഒരൊറ്റ ഗ്രാഫ് ഉള്ളത് ഓപ്ഷൻ 3 ആണ്. ഇവിടെ ആക്സിലറേഷൻ വേരിയിങ് ആണ് തെറ്റ്, ഇവിടെ ആക്സിലറേഷൻ വേരിയിങ് ആണ് തെറ്റ്, ഇവിടെ ആക്സിലറേഷൻ ഇനിഷ്യലി 0 ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് നേരെ നെഗറ്റീവിലോട്ടാണ് പോകുന്നത്, അത് തെറ്റാണ്. ഇവിടെ ഇനിഷ്യലി ആഫ്റ്റർ സം ടൈം വെലോസിറ്റി ഇൻക്രീസിങ്, സ്ലോപ്പ് പോസിറ്റീവ്, സ്ലോപ്പ് കോൺസ്റ്റന്റ്, ആക്സിലറേഷൻ കോൺസ്റ്റന്റ്, ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്. കുറച്ച് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത്? നമുക്ക് ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇപ്പൊ നമുക്ക് ഇവിടെ 1 2 3 4 എന്ന് വിളിക്കാം. 1 to 2 ആക്സിലറേഷൻ കോൺസ്റ്റന്റ്, 2 to 3യുടെ പ്രത്യേകത എന്താ? 2 തൊട്ട് 3 വരെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുവാണ്, 2 തൊട്ട് 3 വരെ. അപ്പൊ എനിക്ക് അതും പറയാം, അല്ലെ? വളരെ ഈസി ആയിട്ട് പറയാമല്ലോ. ഫ്രം 2 to 3 എന്ത് പറയാം? വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷൻ 0. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷൻ 0. സോ ഇനിഷ്യലി ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആക്സിലറേഷൻ 0 ആയിട്ട് മാറി. ആൻഡ് അഗെയിൻ എന്താ സംഭവിച്ചത്? ഇവിടെ നിങ്ങൾ സ്ലോപ്പ് മെഷർ ചെയ്താൽ ഈ കാണുന്ന ആംഗിള് θ' ഈ കാണുന്ന ആംഗിളും θ' ആണ്. അപ്പൊ θ' ആംഗിൾ രണ്ടും സെയിം ആണ്, പക്ഷെ അത് അക്യൂട്ട് ആംഗിൾ അല്ല. ഇവിടെ അക്യൂട്ട് ആംഗിൾ ആയിരുന്നു, ഇവിടെ അത് ആരായി? ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിട്ട് മാറി. ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് അങ്ങനെയും പറയാം, 3 to 4 ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ അതെന്താ? നെഗറ്റീവ് ആണ്. ക്ലിയർ? അപ്പൊ സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ ഒരുപാട് സമയം എടുത്ത് തന്നെയാണ് പറയുന്നത്, കാര്യം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോട്ടെ. ഓക്കെ, മോഷൻ ഇൻ എ പ്ലെയിനിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എ ബോബ് ഈസ് ബോൾഡ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ബൈ മീൻസ് ഓഫ് എ സ്ട്രിങ് വിത്ത് ആൻ ഇനിഷ്യൽ സ്പീഡ് ഒമേഗ. അതായത് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിങ്ങൾ ഒരു ബോബ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്, സ്ട്രിങ് വെച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഇവിടെ സെൻട്രിപീറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ടെൻഷനാണ്. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് ഒമേഗ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ സമയത്ത് സ്ട്രിങ്ങിന്റെ ടെൻഷൻ T ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്പീഡ് ബിക്കം 2ω, നമ്മളിത് 2ω ആയിട്ട് മാറ്റിയാൽ അവിടുത്തെ ടെൻഷൻ എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടെൻഷൻ ടുവേർഡ് സെന്റർ ആക്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ അവിടെ ടെൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണ്, അല്ലെ? സെൻട്രിപീറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ സെന്റർ സീക്കിംഗ് ഫോഴ്സ് എന്നൊക്കെ പറയും. സോ സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ടെൻഷൻ T = mr⍵². ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇവിടുന്ന് എനിക്ക് പറയാം ടെൻഷൻ പ്രൊപ്പോർഷണൽ ടു ω². അപ്പൊ ടെൻഷൻ പ്രൊപ്പോർഷണൽ ടു ω², MR കോൺസ്റ്റന്റ്. കാര്യം ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ടെൻഷൻ ഇഫ് ദ സ്പീഡ് ബിക്കം 2ω വൈൽ കീപ്പിംഗ് ദ സെയിം റേഡിയസ് ഒന്നും മാറ്റിയിട്ടില്ല, ബോബ് അത് തന്നെ, മാസ് സെയിം ആണ്. അപ്പൊ ഒമേഗയ്ക്ക് മാത്രമല്ലേ മാറ്റമുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് T' പ്രൊപ്പോർഷണൽ ടു 2ω² എന്ന് എഴുതാം. സോ ഇവരുടെ റേഷ്യോ എടുത്താൽ T / T' which is equal to ω² / 4ω². ഇവിടുന്ന് ω² കട്ട് ചെയ്യാം.
നമ്മളോട് ചോദിച്ചത് ടി ഡാഷ് കാണാനാണ്. സോ ടി ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു 4 ടൈംസ് ടി എന്ന് എഴുതാം. 4 ടൈംസ് ടി എന്ന് എഴുതാം. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. സെക്കൻഡ് ഓപ്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, ലോസ് ഓഫ് മോഷനിൽ നിന്ന് ചോദിച്ചത് കണക്റ്റഡ് സിസ്റ്റത്തിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കണക്റ്റഡ് സിസ്റ്റം ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം ജെഇ നീറ്റ് പോലത്തെ മിക്ക എക്സാമിനും കണക്റ്റഡ് സിസ്റ്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ ഹൊറിസോണ്ടൽ ഫോഴ്സ് 10 Newton is applied to a block A as shown in the figure. The mass of block A and B are 2 kg, 3 kg respectively. The blocks slide over a frictionless surface. The force exerted by block A on B. A B ക്ക് കൊടുക്കുന്ന A B യിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ഫോഴ്സ് ഓൺ B ഡ്യൂ ടു A അത് തന്നെയാണ് തിരിച്ചും കിട്ടുന്നത് എന്നൊക്കെ നമുക്കറിയാം. കണക്റ്റഡ് സിസ്റ്റമാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ഒരു കണക്റ്റഡ് സിസ്റ്റത്തിന്റെ പ്രോബ്ലം വന്നാൽ അത് ചെയ്യാനുള്ള ഒരു എളുപ്പ ടെക്നിക്ക് മിക്കപ്പോഴും ഞാൻ ക്ലാസ്സുകളിൽ പറയുന്നതാണ്. മിക്കപ്പോഴും അല്ല, എല്ലായ്പ്പോഴും പറയുന്നു. ആദ്യം നിങ്ങൾ ആ സിസ്റ്റത്തിന്റെ കോമൺ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. സോ കോമൺ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സിനെ ടോട്ടൽ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ കോമൺ ആക്സിലറേഷൻ ഞാൻ കാണാൻ പോവാണ്. കോമൺ ആക്സിലറേഷൻ എക്സ്റ്റേണൽ ഫോഴ്സ് 10 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 3 2 5 ആണ്. സോ ആക്സിലറേഷൻ കിട്ടി 2 m/s². ആക്സിലറേഷൻ വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം, 2 m/s². പക്ഷെ നമ്മളോട് ചോദിച്ചത് അതാണോ? ആക്സിലറേഷൻ അല്ല, ഇവന് കിട്ടുന്ന ഫോഴ്സ്. അപ്പൊ നമ്മൾ അവന്റെ മാത്രം ഫ്രീ ബോഡി ഡയഗ്രാം, ആ 3 kgയുടെ മാത്രം ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. 3 kgയുടെ മാത്രം ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. 3 kgയിലേക്ക് കിട്ടുന്ന ഫോഴ്സ് ടുവേർഡ്സ് ദ ബോഡി, ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ ആണ്. ആക്സിലറേഷൻ, കോമൺ ആക്സിലറേഷൻ അത് 2 തന്നെയാണ്. ഫ്രീ ബോഡി ഡയഗ്രാം ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിലൊക്കെ ഇതിനു മുമ്പ് എടുത്തിട്ടുള്ളതാണ്. അപ്പം ഇവൻ കൊടുക്കുന്ന ഫോഴ്സ് ടുവേർഡ്സ് ദ ബ്ലോക്ക് ആണ്. ഈ സിസ്റ്റം ഇങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നു. സിസ്റ്റത്തിന്റെ അതേ ആക്സിലറേഷൻ ആണ് ഈ ഒരാൾക്കും. സോ എഫ് ഇസ് ഈക്വൽ ടു എം എ. എഫ് ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ, എഫ് ഇസ് ഈക്വൽ ടു എം എ. എം എ മാസ് 3 ആണ്, ആക്സിലറേഷൻ 2 ആണ്. സോ ആൻസർ ഈസ് 6 Newton എന്ന് കിട്ടും. വളരെ ഈസി ആയിട്ട് പിക്ക് ചെയ്യാം. 6 Newton. സോ ഓപ്ഷൻ 3 വളരെ ഈസി ആയിട്ട് എടുക്കാവുന്നതാണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം t, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എനി പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ 2t - 1. ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് 2t - 1 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എ ഫോഴ്സ് 5 Newton. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫോഴ്സ് എത്രയാണ്? 5 Newton ആണ്. യെസ്, ദ വാല്യൂ ഓഫ് ദി ഇൻസ്റ്റന്റേനിയസ് പവർ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, പവർ, ഇൻസ്റ്റന്റേനിയസ് പവർ നമുക്ക് എന്താ എഴുതാൻ? പവർ കാണാൻ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, dW/dt അല്ലെ. W എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, വർക്ക് ഡൺ, റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ്. ഇപ്പൊ W ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ ഫോഴ്സ് F, ഡിസ്പ്ലേസ്മെന്റ്, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റി എന്ന് കിട്ടും. സോ പവർ കാണാൻ ഫോഴ്സ് വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്വസ്റ്റ്യനകത്ത് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ds/dt ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ds/dt എസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും അല്ലെ. 2t - 1 ആണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. F 10 എന്ന് തന്നിട്ടുണ്ട്. സോ പവർ എന്ന് പറയുന്നത് 10 × 2, ദാറ്റ് ഈസ് F 10 അല്ലല്ലോ, ഐ എം റിയലി സോറി. F 5 ആണ്. 5 × 2 മനസ്സിൽ കയറി വന്നതാണ്. ആൻസർ ഈസ് 10 watt. ആൻസർ ഈസ് 10. ഓപ്ഷൻ 1 എടുക്കാം. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്, വലിയ കാര്യമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Two bodies A and B of same mass. ഇതാണ് ബോഡി, കളർ കാണാൻ പറ്റത്തില്ല. ഇതാണ് ബോഡി എ, മാസ് M എന്ന് എടുക്കാം. മാസ് അണ്ടർഗോ കംപ്ലീറ്റ് ഇൻഇലാസ്റ്റിക്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻഇലാസ്റ്റിക് എന്താ ഇൻഇലാസ്റ്റിക്കിന്റെ പ്രത്യേകത? കൊളീഷന് ശേഷം ഒട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ഒരുമിച്ച് പോകും അല്ലെ. അപ്പം ഓക്കെ, ഫസ്റ്റ് ബോഡി എ ആണ്, സെക്കൻഡ് ബോഡി ബി ആണ്. രണ്ടുപേരുടെ മാസ് സെയിം ആണ്. അപ്പൊ സെക്കൻഡ് ബോഡി മാസ് സെയിം ആണ്. ഓക്കെ, ദ ബോഡി എ മൂവ് വിത്ത് വെലോസിറ്റി v1. ആയിക്കോട്ടെ,
വൈൽ ബോഡി ബി അറ്റ് റെസ്റ്റ്, ഇതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി ഇല്ല, റെസ്റ്റിലാണ്. ഓക്കെ, ദ വെലോസിറ്റി ഓഫ് ദ സിസ്റ്റം ആഫ്റ്റർ കൊളീഷൻ. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കൊളീഷന് ശേഷം ഇതൊരു സിസ്റ്റം ആയിട്ട് മാറി എന്ന് വെച്ചാൽ മാസ് 2m. അങ്ങനെയാണെങ്കിൽ ഇവരുടെ വെലോസിറ്റി വി ഡാഷ് അല്ലല്ലോ v2 തന്നിട്ടുണ്ട്. v2 അതിന്റെ റേഷ്യോ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കൊളീഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, ഇനീഷ്യൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം ഷുഡ് ബി ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. അതായത് സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ മൊമെന്റം ബിഫോർ കൊളീഷൻ should be equal to final total momentum of the system after collision equal ആയിരിക്കണം. മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ എന്താ, മാസ് ഇൻറ്റു വെലോസിറ്റി. ഇവിടുത്തെ മാസ് m ആണ്, വെലോസിറ്റി v1 ആണ്, പ്ലസ് അടുത്ത ആളുടേത് 0 ആണ്, കാര്യം ഇവൻ റെസ്റ്റില്, വിച്ച് ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് 2m ആണ്, വെലോസിറ്റി v2 ആണ്. ഇവിടുന്ന് ഒരു എമ്മും കട്ട് ചെയ്ത് കളയാം. ക്ലിയർ? നമ്മളോട് ചോദിച്ചത് v1 ഈസ് ടു v2 ആണ്. സോ v1 ഡിവൈഡഡ് ബൈ v2 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 എന്ന് കിട്ടും. v1 by v2 2 ആണ്, v1 by v2 2 ആണെങ്കിൽ ആൻസർ ഈസ് 2:1. ആൻസർ ഈസ് 2:1. ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ റൊട്ടേഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. റൊട്ടേഷണൽ മോഷനിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചത്, ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ തിൻ റോഡ് അബൌട്ട് ആൻ ആക്സിസ് പാസസ് ത്രൂ ഇറ്റ്സ് മിഡ് പോയിന്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ റോഡ് ഈസ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നിട്ടുണ്ട്. എത്രയാ? 2400. ക്വസ്റ്റിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, മിഡ് പോയിന്റിൽ കൂടെ ആണ് പോകുന്നത്, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ്. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ എത്രയാ? മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റോഡ് I ഈസ് ഈക്വൽ ടു ml²/12 ആണ് അല്ലേ. ഒരു റോഡ്, ഒരു എക്സാക്ട് റോഡ്, അതിന്റെ എക്സാക്ട് സെന്ററിൽ കൂടെ പോകുന്ന ഇങ്ങനെയാണ് കറങ്ങുന്നത്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ ml²/12 ആണ്. ദ ലെങ്ത് ഓഫ് the 400 gram road is nearly. ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. മാസ് തന്നിട്ടുണ്ട് 400 gram. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യയും ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. ആക്ച്വലി കിലോഗ്രാമിലാണ് യൂണിറ്റ് വരേണ്ടത്. പക്ഷേ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇവിടെ വാല്യൂ എഴുതുമ്പോൾ ഗ്രാമിൽ എഴുതും, ഇവിടെ മാസ് എഴുതുമ്പോഴും ഗ്രാമിൽ എഴുതും. സോ യൂണിറ്റുകൾ തമ്മിൽ കട്ടായി പോയിപ്പോൾ നിങ്ങൾ കൺവേർഷൻ ചെയ്യേണ്ട. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് 2400 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു മാസ് എത്രയാണ്? 400 ആണ്. 400 ഇൻറ്റു L² ഡിവൈഡഡ് ബൈ 12 ആണ്. 2 0 കട്ട് ചെയ്യാം. ഇവനെയും കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 3 എന്ന് കിട്ടും. സോ L² എന്ന് പറയുന്നത് 24 ഇൻറ്റു 3 72 അല്ലേ, 72 അല്ലേ. 3 ഇൻറ്റു 4 12, റിമൈൻഡർ 1, 6 1 7. യെസ്, അപ്പൊ L എനിക്ക് കിട്ടും √72. √72 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് 8.5. കാര്യം 64 ആണെങ്കിൽ 8 വരും, 91 ആണെങ്കിൽ 9 വരും. അപ്പൊ അപ്രോക്സിമേറ്റ് 8.5. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. അപ്രോക്സിമേറ്റ് നമുക്ക് 8.5 എന്ന് എടുക്കാം. ക്ലിയർ? ഓക്കെ അല്ലേ? നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ? എ വീൽ ഓഫ് bullock cart is rolling on a level road as shown in the figure below. If its linear speed is v in the direction shown, which one of the following option is correct? പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ ഇത്. നമുക്ക് നോക്കാം. അതായത് ഇതൊരു സർക്കുലർ കാർട്ടാണ് അല്ലെങ്കിൽ വീലാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു പ്യുവർ റോളിംഗ് ആണെന്ന് അസ്യൂം ചെയ്യാം നമുക്ക്. ഓക്കെ, അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്. കാർട്ടിനെ റോളിംഗ് മോഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കാണുന്ന പോയിന്റുകളെ ഞാൻ നെയിം ചെയ്യാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഈ കാണുന്ന പോയിന്റിനെ ഞാൻ P എന്നും ഈ കാണുന്ന പോയിന്റിനെ Q എന്നും ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവൻ ഇങ്ങനെയാണ് കറങ്ങുന്നതെന്ന് വിചാരിക്കുക, അപ്പം ഈ P യുടെ ടാൻജൻഷ്യൽ വെലോസിറ്റി റൈറ്റിലോട്ട് V ഉണ്ട്, ഇവിടെ ടാൻജൻഷ്യൽ വെലോസിറ്റി ഇങ്ങോട്ടായിരിക്കും. ടാൻജൻഷ്യൽ വെലോസിറ്റി ക്ലിയർ. പക്ഷെ ടാൻജൻഷ്യൽ വെലോസിറ്റിയെ V എന്നല്ല നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, V ഈസ് ഈക്വൽ ടു R⍵ എന്ന് ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. V ഈസ് ഈക്വൽ ടു R⍵. പക്ഷെ പ്യുവർ റോളിംഗിന്റെ കേസിൽ നമുക്ക് അവനെ V എന്ന് തന്നെ വിളിക്കാൻ പറ്റും. കാരണം എന്താണ്? ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, കുറച്ച് കോൺസെപ്റ്റുള്ള ഒരു സാധനമാണ് അത്. നമ്മുടെ ജനറൽ ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു R⍵ എന്നാണ്.
ആർ ഒമേഗ എന്നാണ്. ഇവിടെ വി ബൈ ആർ ഒമേഗ പ്യുവർ റോളിങ്ങിന്റെ കേസിൽ ഒമേഗ വി ബൈ ആർ ആണെങ്കിൽ ഇവിടെ ആറും കട്ടിപ്പോയിട്ട് നമുക്ക് ആർ ഒമേഗനെ സിംപിളി ഈ കറങ്ങുമ്പോഴുള്ള കറക്കം കാരണവും ട്രാൻസ്ലേഷൻ കാരണവും റൊട്ടേഷൻ കാരണവും ഇതിന് വെലോസിറ്റി ഉണ്ട്. ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിന് ട്രാൻസ്ലേഷണൽ വെലോസിറ്റി റൈറ്റിലോട്ടാണ്. അറ്റ് ദ സെയിം ടൈം ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ റൊട്ടേഷണൽ വെലോസിറ്റിയും റൈറ്റിലോട്ടാണ്. ഓക്കെ, ഇനി ബോട്ടം പോയിന്റ് എടുത്താൽ ഇതിന്റെ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി റൈറ്റിലോട്ടും റൊട്ടേഷണൽ വെലോസിറ്റി ലെഫ്റ്റിലോട്ടുമാണ്. പ്യുവർ റോളിങ്ങിന്റെ കേസിൽ ട്രാൻസ്ലേഷണൽ വെലോസിറ്റിയും റൊട്ടേഷണൽ വെലോസിറ്റിനെ ഈക്വൽ ആണ് വി എന്ന് വിളിക്കുക. നിങ്ങൾ അത്രയും മനസ്സിലാക്കി വെക്കുക. പ്യുവർ റോളിങ്ങിന്റെ കണ്ടീഷൻ ആണ് ആക്ച്വലി ഇത്. വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ ആയിരിക്കും. ഇവിടുന്നാണ് നമ്മൾ ഒമേഗയ്ക്ക് വി ബൈ ആർ എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അത് പ്യുവർ റോളിങ്ങിന്റെ കേസിൽ ട്രാൻസ്ലേഷനും റൊട്ടേഷനും അത് വി എന്ന് തന്നെ വിളിക്കാൻ പറ്റും. സോ ഇവിടെ അപ്പർ പോയിന്റില് പി എന്ന് പറഞ്ഞ ടോപ്പ് മോസ്റ്റ് പോയിന്റ് വി ആർ പ്ലസ് വി ടി, അത് രണ്ടും വി ആണ്. സോ ഇവിടുത്തെ നെറ്റ് വെലോസിറ്റി നമുക്ക് 2v എന്ന് കിട്ടും. നെറ്റ് വെലോസിറ്റി നിങ്ങൾക്ക് അത് കാണാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ നെറ്റ് വെലോസിറ്റി 2v എന്ന് വിളിക്കാൻ പറ്റും. പക്ഷെ ഈ പോയിന്റിലെ വി നെറ്റ് എവിടുത്തെ അറ്റ് പോയിന്റ് ക്യൂ എന്താ വി ട്രാൻസ്ലേഷൻ മൈനസ് വി റൊട്ടേഷൻ ആണ്. അത് സീറോ ആയിരിക്കും. ഇത് പ്യുവർ റോളിങ്ങിന്റെ കണ്ടീഷൻ നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇനി ഓപ്ഷനിലേക്ക് പോകും. പോയിന്റ് പി മൂവ് ഫാസ്റ്റർ ദാൻ ക്യൂ. യെസ്, പോയിന്റ് പി മൂവ് ഫാസ്റ്റർ ദാൻ ക്യൂ. ഇതാണ് ആൻസർ. പി ക്യൂവിനേക്കാൾ ഫാസ്റ്റർ ആയിരിക്കും. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗ്രാവിറ്റേഷൻ. The mass of a planet is 1/10 that of Earth. Okay. Yes. The mass of the planet is 1/10 that of Earth, and its diameter is half of the Earth. അപ്പം ചോദിച്ചിരിക്കുന്നത് എന്ത് കാണാനാ? The acceleration due to gravity. The acceleration due to gravity of the planet. അപ്പൊ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ജനറൽ ഇക്വേഷൻ എന്താ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്ന് പറഞ്ഞാൽ gm by r square ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് gm by r square ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ജനറൽ ഇക്വേഷൻ. ക്ലിയർ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g is equal to gm by r square ആണ് നമ്മൾ പഠിച്ചിട്ടുള്ള. where m is mass of the earth and r is radius of the earth. ഇനി ഞാൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് പ്ലാനറ്റ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇക്വേഷൻ എന്താ? g കോൺസ്റ്റന്റ് ആണ്, മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ പ്ലാനറ്റ് ആണ്, ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ്. അപ്പോൾ റേഡിയസ് ഓഫ് പ്ലാനറ്റിന്റെ സ്ക്വയർ എടുക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് മാസ് ഓഫ് ദ പ്ലാനറ്റ് ഈസ് 1/10 ദാറ്റ് ഓഫ് എർത്ത് എന്ന. മാസ് ഓഫ് ദ പ്ലാനറ്റ് ഈസ് മാസ് ഓഫ് ദ എർത്തിന്റെ 1/10 ആണ്. അതുപോലെ പറയുന്നുണ്ട് ഡയമീറ്റർ ഹാഫ് ഓഫ് ദി എർത്ത് എന്നാണ്. ഡയമീറ്റർ ഹാഫ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഹാഫ് ആണ്. അപ്പൊ റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ് എന്ന് പറയുന്നത് എർത്തിന്റെ റേഡിയസിന്റെ ഹാഫ് ആണ് പറയുന്നത്. അപ്പൊ ഈ രണ്ട് വാല്യൂ നിങ്ങൾക്ക് അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇക്വേഷൻ അങ്ങനെ വരും. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ G ഇൻറ്റു മാസ് ഓഫ് പ്ലാനറ്റ് 1/10 ഓഫ് മാസ് ഓഫ് എർത്ത്. അപ്പൊ m ഡിവൈഡഡ് ബൈ 10 എന്ന് വരും ഇൻറ്റു റേഡിയസ് ഓഫ് പ്ലാനറ്റ്. റേഡിയസ് ഓഫ് പ്ലാനറ്റ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്തിന്റെ പകുതിയാണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം r സ്ക്വയർ എടുക്കണം. അപ്പൊ r സ്ക്വയർ ബൈ 2ന്റെ സ്ക്വയർ 4 ആണ്. അത് മോളിൽ കൊണ്ടെഴുതാം. അപ്പൊ ബൈ 4 എന്ന് കിട്ടും. ഇതിലാർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഇത് ആരാ? gm by r square ആരാ? gm by r square സ്മോൾ ലെറ്റർ g ആ. g എന്ന് പറഞ്ഞാൽ 9.8 ആണ്. അപ്പൊ 4 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 9.8 എന്ന് എടുക്കാം അല്ലെ? 4 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 9.8 എന്ന് എടുക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആക്ച്വലി ഇത് 10 ആയിരുന്നെങ്കിൽ കട്ട് ചെയ്താൽ 1 എന്ന് കിട്ടും. ഇത് കട്ട് ചെയ്താൽ 1 എന്ന് കിട്ടും. അപ്പൊ ആൻസർ 4 എന്ന് പറഞ്ഞാലും. പക്ഷെ ഇത് 10 ആണോ? അല്ല, ഇത് 9.8 ഉള്ളൂ. അപ്പൊ ഇത് 1 ആണോ? അല്ല, 1നേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഡിനോമിനേറ്ററി വരും. അപ്പൊ ഇത് 4 വരത്തില്ല, അപ്രോക്സിമേറ്റ് ലെസ് ദാൻ 4 വരണം. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 3.92 ആണ്. 3.92 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നമുക്ക് ഓപ്ഷൻ 4 എടുക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഗ്രാവിറ്റേഷനിൽ നിന്നാണ്. ഗ്രാവിറ്റേഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്തോ. കാര്യം നല്ലൊരു ചാപ്റ്റർ ആണ്, ഒരുപാട് കോൺസെപ്റ്റുകൾ പഠിക്കാനുള്ള ഒരു ഏരിയ ആണ്. ശ്രദ്ധിച്ചിരുന്നാൽ അത് ചെയ്യാനും പറ്റും. The minimum energy required to launch a satellite of mass small m
ഫ്രം ദി സർഫസ് ഓഫ് എർത്ത്. വാ നോക്കാം. അതായത് ഇത് എർത്താണ്. എർത്തിന്റെ സർഫസിൽ ഒരു സാറ്റലൈറ്റ് ഇരിപ്പുണ്ട്. ഇതൊരു സാറ്റലൈറ്റ് ആണെന്ന് വിചാരിച്ചു. സാറ്റലൈറ്റ് ആണ്. ഇതിന്റെ മാസ് M ആണ്. എർത്തിന്റെ മാസ് ക്യാപിറ്റൽ M ആണ്. ഇത് സ്മോൾ r ഡിസ്റ്റൻസിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ R1 ഡിസ്റ്റൻസിൽ. ഇത് ക്യാപിറ്റൽ R ആണ്, നമുക്കറിയാം. എർത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണെന്നൊക്കെ നിങ്ങൾക്കറിയാം. R ഡിസ്റ്റൻസിൽ ഇരിക്കുകയാണ്. ഓക്കെ, എർത്തിന്റെ മാസ് M ആണ്, റേഡിയസ് R ആണ്. ഓക്കെ, സർക്കുലർ ഓർബിറ്റ്, ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 2r. ഓൾട്ടിറ്റ്യൂഡ് 2r ആണ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്. സർഫസ് ഓഫ് ദി എർത്തിൽ നിന്ന് 2r ഡിസ്റ്റൻസ്. സർഫസ് ഓഫ് ദി എർത്തിൽ നിന്നും നിങ്ങൾക്ക് സാറ്റലൈറ്റ് ഇവിടെ കൊണ്ടുപോകണം. ഈ സാറ്റലൈറ്റിനെ ഇവിടെ എത്തിക്കണം. അപ്പൊ ഈ ഡിസ്റ്റൻസ് 2r ആണ്. എന്ന് വെച്ചാൽ ഫ്രം ദ സെന്ററിൽ നിന്ന് 3r ഡിസ്റ്റൻസ് കൊണ്ടുപോകണം. ഫ്രം ദ സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് 3r ഡിസ്റ്റൻസ് കൊണ്ടു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോജിക്കാണ്. ശ്രദ്ധിച്ചിരിക്കണം. ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവത്തുള്ളൂ. ഇവിടെ ഒരു സാറ്റലൈറ്റ് ഇരിപ്പുണ്ട്, ഇവിടെ ഒരു സാറ്റലൈറ്റ് ഇരിപ്പുണ്ട്. അപ്പൊ ഇനിഷ്യലി ഇതിരിക്കുന്നത് r ഡിസ്റ്റൻസിലല്ലേ? ഇനിഷ്യലി r ഡിസ്റ്റൻസിലല്ലേ? അതെ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഇനിഷ്യലി എന്തേ ഉള്ളൂ? ഇനീഷ്യലി അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്ത് കാണാനാണ്? ദ മിനിമം എനർജി റിക്വയർഡ്. മിനിമം എനർജി റിക്വയർഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ചേഞ്ച് ഇൻ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ ആണ് ആക്ച്വലി. അതാണ് അവിടുത്തെ ചേഞ്ച് ഇൻ എനർജി കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് ചേഞ്ച് ഇൻ എനർജി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ചേഞ്ച് ഇൻ എനർജി കാണാൻ ഫൈനലിന്ന് ഇനീഷ്യൽ കുറച്ചാൽ മതി. മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ഇവിടെ അറിയേണ്ട കാര്യം, ഞാൻ ഇനീഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എഴുതുന്നത് -GMM ബൈ ആർ ആണ്. -GMM/r. കാര്യം എന്താ? സർഫസിലായിരിക്കുന്നത്. സർഫസിൽ ഇരിക്കുമ്പോൾ ആര് മാത്രമേ ഉള്ളൂ? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ് ഇത്, -GMM/r. സോ ക്ലിയർ. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു -GMM/r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി എർത്ത് ആണ്. ഇതാണ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി, ഇനീഷ്യൽ എനർജി. അതാണ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജിയേ ഉള്ളൂ. ഇനി ഇവിടുന്ന് 2r ഡിസ്റ്റൻസിലേക്ക് ഈ സാറ്റലൈറ്റിനെ കൊണ്ടുപോകണം എന്നാ പറഞ്ഞേ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 3r ആയിട്ട് മാറും. എന്നിട്ട് ഇത് ഇവിടെ കിടന്ന് സർക്കുലർ പാത്തിൽ കിടന്ന് കറങ്ങുകയല്ലേ ചെയ്യുന്ന സാറ്റലൈറ്റ് സാധാരണ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഈ സർക്കുലർ പാത്തിൽ ഇവൻ കിടന്ന് കറങ്ങുമ്പോൾ അവന് വെലോസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്, കൈനറ്റിക് എനർജിയും ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അവിടുത്തെ ടോട്ടൽ എനർജിയാണ്. ആ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ ഫൈനലി, സോ ഈ ഫൈനൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ എനർജിയാണ്. ടോട്ടൽ എനർജി -GMM/2r ആണ്. തെറ്റിപ്പോകരുത്. -GMM/2r ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു -GMM/2 into r എന്ന് പറഞ്ഞാൽ എത്രയാ? ടോട്ടൽ ഡിസ്റ്റൻസ് 3r ആണ്. ആക്ച്വലി ഈ r എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. -GMM/2r ആണ്. ഈ r എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് ഫ്രം ദ സെന്റർ. അത് r + 2r 3r ആണ്. സോ ഇത് എത്ര കിട്ടും? -GMM/6r -GMM/6r. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാണ്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അവിടുത്തെ അല്ലേ മിനിമം എനർജി റിക്വയർഡ്, അതായത് ചേഞ്ച് ഇൻ എനർജി. അപ്പം ചേഞ്ച് ഇൻ എനർജി എന്ന് പറഞ്ഞാല് ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി ആണ്. ഫൈനൽ നമുക്ക് ഇപ്പൊ കിട്ടി -GMM/6r -GMM/r അല്ലേ? ഫൈനൽ -GMM/6r ആണ്. മൈനസ് ഇനീഷ്യൽ എത്ര? -GMM/r ആണ്. ഓക്കെ, അപ്പൊ ഇത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ട് മാറി. നമുക്ക് GMM/r കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സോ GMM/r കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇവിടെ ഒരു -1/6 ഉണ്ട്, പ്ലസ് ഇവിടെ ഒരു 1 ഉണ്ട്. മൈനസ് പ്ലസ് ആയി 1 ഉണ്ട്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 -1 5/6 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് 5GMM/6r. 5GMM/6r. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. മക്കളെ, ഇത്രയും ക്വസ്റ്റ്യൻ ആണ് പാർട്ട് 1 പാർട്ട് 1 നിങ്ങളുടെ +1 പാർട്ട് 1 ടെക്സ്റ്റിൽ നിന്ന് 2024 ചോദിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ ഉടനെ തന്നെ പാർട്ട് 2 ഡിസ്കഷനുമായിട്ട് അല്ലെങ്കിൽ
പ്ലസ് ടുവിന്റെ പാർട്ട് 1 ഡിസ്കഷനുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഇനിയും വരുന്ന എക്സാം വരെ നിങ്ങളെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അടിപൊളിയായിട്ട് പഠിക്കുക, കോൺഫിഡൻസ് കൊണ്ടിരിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.